ഇന്നച്ചൻ്റെ പ്രിയപ്പെട്ട ആലീസ് അവിടെ എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ കാഴ്ച ആരെയും വേദനിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. വേദനാജനകമായ ഒരു കാഴ്ചയാണ് ആ കാഴ്ച. പ്രിയപ്പെട്ട ലാസറിനൊപ്പം തൻ്റെ ബാല്യകൗമാരങ്ങളിൽ തനിക്ക് താങ്ങും തണലുമായിരുന്ന ലാസർ, ആ ലാസറിനൊപ്പം ആണ് ഇന്നസെൻ്റ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇന്നസെൻറ്റും സലീം കുമാർ പറഞ്ഞതുപോലെ തന്നെ ദൂരെ ഒരു ലൊക്കേഷനിൽ യാത്ര പോയിരിക്കുകയാണ്. ആ ലൊക്കേഷനിൽ ഭരത് ഗോപിയും ഇന്നസെൻറ്റിൻ്റെ സിനിമകളിൽ ഭാര്യയായി അഭിനയിക്കുന്ന ഏറ്റവും കൂടുതൽ അഭിനയിച്ച KPC ലളിതയും, ഇന്നസെൻറ്റിൻ്റെ സിനിമകൾ ഛായാഗ്രഹണത്തിനായി N വേണുവും, ഇന്നസെൻ്റ് സിനിമകളുടെ കഥകൾ എഴുതാൻ ജോൺ പോളും, ഒപ്പം ഇന്നസെൻ്റ് സിനിമകൾ സംവിധാനം ചെയ്യാൻ ഭാരതനും സഹനടന്മാരായി നെടുമുടി വേണുവും ഒക്കെ അവിടെയുണ്ട്. പൊട്ടിച്ചിരിപ്പിക്കുന്ന ഹാസ്യതാരമായ ബി സുരേഷ് അടക്കമുള്ളവർ അവിടെയുണ്ടാകും. ആ ലൊക്കേഷനിലേക്കുള്ള യാത്രയിലാണ് ഇന്നസെൻറ്റിൻ്റെ സംസ്കാരത്ത് ചടങ്ങുകളെല്ലാം തന്നെയും പൂർത്തിയായി. അന്ത്യചുംബനം നൽകുന്നു. സോണറ്റും ആലീസ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇന്നസെൻറ്റിൻ്റെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അന്ത്യചുംബനം നൽകുന്നത്. ആ മൃതദേഹത്തിൻ്റെ അടങ്ങി അവർക്ക് തേങ്ങലുകൾ അടയ്ക്കാൻ പറ്റുന്നില്ല. കണ്ടു നിൽക്കുന്നവർ പോലും കരയുന്ന ഒരവസ്ഥയാണ്. ആലീസ് തകർന്ന് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആലീസിനെ ആശ്വസിപ്പിക്കാൻ പോലും ആർക്കും കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ആലീസും ഉള്ളത്. അന്ത്യചുംബനം ആലീസും നൽകിക്കഴിഞ്ഞു. ആലീസിൻ്റെ അടുത്ത് നിന്നും ഇന്നസെൻ്റ് യാത്രയായിരിക്കുന്നു. ഇന്നസെൻ്റ്